തിരൂരരോട് ഏറ്റവും ബെസ്റ്റ് മന്തി സ്പോട്ട് ഏതാ ചോദിച്ച ഫസ്റ്റ് സജഷൻ പറഞ്ഞ ഒരു ഏരിയയാണ് സൂഫി മന്തി. ഷോപ്പും ക്ലോസ് ചെയ്ത ഒരു ഒറ്റ കൊടുത്ത ഏകദേശം 15 കിലോമീറ്റർ ആ റേഞ്ചോളം ദൂരം ഉണ്ട് ഗൈസ് തിരൂർക്ക്. ഗൈസ് നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പുറത്തത്തെ കാഴ്ച. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയ ഒക്കെ കാണുന്നത് തന്നെ. പിന്നത്തെ ഗൈസ് ഇവിടെ ഒരു പൈപ്പുമ്പോ പൊതി ഇട്ടിച്ചിക്കണ്. എന്താല്ലേ സൂഫിയാളെ ഒരു പരിഷ്കാരം. ഇപ്പൊ കാണുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു ടൈപ്പ് മസാല ആണ് ഗൈസ്. പക്ഷെ ഇത് എന്താ പറയാ, ഈത്തപ്പഴച്ചാറിന്റെ ഒക്കെ മാതിരി എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം എന്ന് പറഞ്ഞാണ്ട് സാധനം വന്ന്. പിന്നെ ഞാൻ ടോപ്പി എടുത്തോണ്ടിരിക്കപ്പ 5 ആൾക്കുള്ള മസാല ഷാവ നമ്മൾ ഓർഡർ ചെയ്ത്. പിന്നെ ഇവളാട്ടെ നമുക്ക് പ്ലേറ്റും ഗ്ലാസ് ഒക്കെ സെർവ് ചെയ്ത്. അല്ലെങ്കിൽ ആസാമികൾ ഒടുക്കത്തിൽ ലുക്കല്ലേ ഗൈസ്. ഞാൻ കണ്ടതെന്ന് മാറുന്നു, അല്ല കണ്ടല്ല കണ്ടന്റ് മാറുന്നു അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം മനാലിന്ന് ചെസ്റ്റ് പീസ് ഇട്ട് അതിന്റെ സങ്കടം ഞാൻ ഇവിടുന്ന് തീർത്ത് ഗൈസ്. ഇനി ഞാൻ പറയണത് വളരെ ക്ലിയർ ആയിട്ട് കേട്ടോളൂ. ഒരു ചെറിയ കണ്ടൻ ചിക്കൻ പീസ് എടുക്കുക, എന്നിട്ട് ആ തിക്ക് മയോണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് റൈസും കൂട്ടിയിട്ട് ഒരു പിടി. ഓ, അങ്ങനെ തീറ്റും കഴിഞ്ഞ് നമ്മളെ മെയിൻ ഐറ്റം എത്തി. ബില്ല് 1047 ടോട്ടൽ. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഒരുമാതിരി മറ്റു കൊടുത്ത മഴയെന്ന് കഴിച്ചു. അങ്ങനെ അവിടുന്ന് മൊബൈലും ബുക്ക് ചെയ്യാണ്ട് വണ്ടിമേ കയറി ഒരൊറ്റ പൊടുത്തം കോട്ടയക്ക്. ഒപ്പമുള്ളവന്റെ ഹെൽമെറ്റ് ചെയ്യാത്തോണ്ട് ഞാനും കമ്പനിക്ക് ഇറങ്ങിയെടുത്ത കേസ്. ഇനി ക്യാമിനെ പരിഗണിച്ചില്ല വേണ്ട. നമ്മളെ എഡ്രികോട് എത്തിയപ്പോ തന്നെ വണ്ടിത്തെ എണ്ണ അതിന് കേസ്. പിന്നെ നമ്മളൊപ്പമുള്ള 2 ആൾക്കാർ പെട്രോൾ വാങ്ങാൻ പോയതാ. അപ്പൊ ഞാൻ വണ്ടിക്ക് കമ്പനി എടുത്ത്. അങ്ങനെ നമ്മളെ ശരിയായ ആള് പെട്രോൾ ആയിട്ട് വന്ന് തംസപ്പ് കാണിച്ച്. പിന്നെ SECനെ കുറച്ച് പെട്രോൾ എടുപ്പിച്ച്. പിന്നെ കിക്കർ അടിച്ചാണ്ട് ഒരു ഒറ്റ പൊടുത്തം. ഇന്ന് നമുക്ക് സാലറി കിട്ടിയോണ്ട് തന്നെ കോട്ടൊക്കെ വന്നിട്ട് ഫുൾ ടാങ്ക് അടിപ്പിച്ച്. ഒക്കെ നമ്മളെ ഡ്രൈവറെ കായിക്ക, അത് വേറെ വിഷയം. പെട്രോൾ അടിച്ചേക്ക് കണ്ടണ്ട. SE is 125 always define or guys. അപ്പൊ ഓക്കെ ബൈ.